ഇന്നൊരു ഡേ ഇൻ അവർ ലൈഫ് വീഡിയോ ആണ്. അപ്പോൾ രാവിലത്തെ ഫുഡ് എടുക്കുക കഴിഞ്ഞു നേരെ നയനേനെ കാണാനില്ല കേട്ടോ. അപ്പോൾ നയനേനെ നോക്കിയപ്പോൾ ഞാൻ അടുക്കളയിൽ ഭയങ്കര പണിയില്ല. അപ്പോൾ അങ്ങോട്ടൊന്ന് പോയി കുറച്ച് നേരം അവളുടെ അടുത്ത് കത്തി വെച്ച് നിൽക്കാമെന്ന് കരുതി. അടുക്കളയൊക്കെ നയനെ ക്ലീൻ ആക്കിയിട്ടിട്ട് അവൾക്ക് എപ്പോഴും തുടച്ച് അത് നയനയുടെ ഒരു ഹോബിയാണ്, പ്രത്യേകിച്ച് അടുക്കള. അപ്പം അടുക്കളത്തെ പണികളൊക്കെ കഴിഞ്ഞു. ഇനി ഞങ്ങൾ തിരൂർക്കൊന്ന് പോവാണ്, മീൻ വാങ്ങിക്കണം കേട്ടോ. അന്ന് സൺഡേ ആണ്, അപ്പോൾ ചിക്കൻ വാങ്ങിച്ചില്ല. അപ്പം മീനാണ് ഇന്ന് അമ്മയ്ക്ക് കഴിക്കണം എന്ന് തോന്നുന്നത് പറഞ്ഞത്. അപ്പം ഇനി തിരൂർക്ക് പോകാൻ വേണ്ടിയിട്ട് രണ്ടുപേരും റെഡിയായി. മീൻ വാങ്ങിച്ചിട്ട് കുറേ ദിവസമായി. അപ്പോൾ അത് കാരണം കൊണ്ട് ഇന്ന് മീൻ കഴിക്കാനുള്ള മൂഡാണ്. ചെറുതായിട്ട് മഴ പെയ്യുന്നുണ്ട്, കുഞ്ഞു തുള്ളികൾ വീഴുന്നുണ്ട്. നയനെ കൊട്ടെടുത്തിട്ടോ, നയനെ വെറുതെ ഒക്കെ ഉണ്ടാ പൊക്കെ നമ്മളെ ഏതാ വാങ്ങിച്ചേ? എന്നിട്ട് റോട്ടിലാരാ മീനിലേക്ക് നോക്ക്. ഇത്രയും മീൻ ഫ്രണ്ടിലിരിക്കുമ്പോ നീ റോട്ടിക്ക് നോക്കി ഫോക്കസ് ചെയ്യല്ലേ. എവിടെ മീൻ എവിടെ? എന്റെ അപ്പുറത്തെ സ്ഥലത്തേക്ക് പോസ്റ്റ് പോലെ നിൽക്കുക. ഞാൻ 2 ടൈപ്പ് മീൻ വാങ്ങിച്ചു. അതൊക്കെ നയനാന് മീൻ വാങ്ങിക്കാൻ അവിടെ നിർത്തിയിട്ട് ഞാനിവിടെ വണ്ടി ഞളിഞ്ഞ് കയറി ഇരിക്കാണ് കേട്ടോ. എനിക്ക് വയ്യ, പിന്നെ കുഴപ്പമില്ലാത്ത കാരണം പ്രശ്നമില്ല. കട്ട് ചെയ്ത് തരാമെന്ന് പറഞ്ഞു, അത് കാരണം സുഖമായി. പിന്നെ അമ്മയ്ക്ക് അത് കൊണ്ടുകൊടുത്ത് അമ്മ സെറ്റ് ചെയ്തോളും. ഇല്ലെങ്കിൽ കട്ട് ചെയ്തിട്ട് എന്നോട് തന്നെ വയ്ക്കാൻ പറയാം. പറയുന്ന എടുക്കുകയാണ് അമ്മ പറഞ്ഞ ഏതെങ്കിലും ഒരു മീൻ എടുത്താൽ മതി നിന്ന്. അപ്പം ഞങ്ങൾ ബ്രാല് ഏതാണ് അമ്മ? കടൽ ബ്രാലാ. ഞാനെന്നെ മീൻ വാങ്ങിച്ചത്, പക്ഷെ മീനിൻ്റെ പേര് മറന്നുപോയി. എന്തിട്ടായിരുന്നു? കടൽ ബ്രാലും പിന്നെ ആവോലി മുളനും അല്ലേ. ഏതാണ് എടുക്കേണ്ടതെന്നുള്ള കൺഫ്യൂസ്ഡ് ആണ് ഗൈസ്. ഏതെടുക്കണത് നമ്മളമ്മ? രണ്ടും എടുത്ത് തട്ടാം ചട്ടിയിലേക്ക്, എന്നിട്ട് ഏതെങ്കിലും എടുക്കാം. കട്ട് ചെയ്ത് തന്നു കേട്ടോ, നല്ല ചേട്ടന്മാർ. നല്ല സ്റ്റൈലായിട്ട് തന്നെ അവർ കട്ട് ചെയ്ത് തന്നിട്ടുണ്ട്. ആവോലി മുള്ളനും ബ്രാലും മിക്സ് ചെയ്തിട്ട് ഒരുമിച്ച് വെച്ചിട്ട് കേട്ടോ കവറിൽ. അപ്പോൾ നമ്മളതിൽ നിന്ന് തിരഞ്ഞെടുക്കാൻ പോവാണ്. അമ്മയുടെ ഇഷ്ടം പോലെ അമ്മ ആക്കട്ടെ, കാരണം അമ്മയാണ് വെക്കണത്. എന്താ അമ്മ അടുത്ത് റിയാണ് സെലക്ട് ചെയ്യാണ്. സിങ്ക് ഇപ്പോൾ കഴുകിട്ട കാരണം കൊണ്ട് കുഴപ്പമില്ല, ജസ്റ്റ് ഇപ്പോൾ കഴുകിയുള്ളൂ. ആവോലി മുള്ളല്ലേ കല്ലുപ്പിട്ട് വെച്ചിട്ട് അമ്മ. പക്ഷെ അമ്മ ഏതാ ഇത്? 1 ഹാൻഡ് ഫ്രീ ആണ്, 1 ഹാൻഡ് ഫ്രീ അല്ല. അമ്മക്ക് പേടിയാണ് കഴുകാൻ. മുള്ളു എനിക്കും പേടിയുണ്ടിയേ. ഇതിനകത്ത് നല്ല മുള്ളുള്ള കാരണം അമ്മക്ക് നല്ല മുള്ളമ്മ, നല്ല മുള്ള. അപ്പൊ ഞാൻ എങ്ങനെ കഴുകുക? കൈകൊണ്ട് ഇങ്ങനെയാക്കി പതുക്ക. പക്ഷെ കഴിക്കുമ്പോ കുഴപ്പമില്ല, ഒരു മുള്ളൂല്ല. നല്ലതാണ്. നല്ല ഇഷ്ടമാണ്. കടൽ ബ്രാല് വാങ്ങിച്ചിട്ടുണ്ടല്ലോ. ആരെയല്ലോ കഴിച്ചല്ലോ? അമ്മ കഴിച്ചോ? ഞങ്ങൾക്ക് വേണ്ട, ഞങ്ങൾക്ക് ഇത് മതി. അങ്ങനെയൊന്നുമില്ല, ഇത് കഴുകാൻ എനിക്ക് പറ്റില്ല. എല്ലാവരും എന്റെ മൂത്തേക്ക് നോക്കിക്കുക. ഒരാള് ഹെൽപ്പ് ചെയ്യണല്ലോ. എനിക്ക് സ്മെല്ല് പറ്റില്ല. ആയി കഴിഞ്ഞാൽ പറ്റും, കറി ചെയ്യാലും വറുത്താലും പറ്റും, ഇത് പറ്റില്ല. മീനിന്റെ സ്മെല്ല് എനിക്ക് പറ്റില്ല. അതിനാണ് നമ്മള് എല്ലാ പ്രാവശ്യവും ഇതാക്കി കളയുക. ഒന്നെങ്കിൽ അവള് വീഡിയോ എടുക്കണ്ടാവും, ഇപ്രാവശ്യം അവള് വീഡിയോ എടുക്കണ്ട. പ്ലസ് പ്രഗ്നന്റ് ആയിട്ട് സേഫ്റ്റി എനിക്കുണ്ട്. കഴുത ഇനി കുറച്ച് കഴിയുമ്പോ ഗൈസ്. ഇപ്പൊ പൊന്നൂസിന്റെ മുഖം എല്ലാവരും കണ്ടില്ലേ? നയനയുടെ കൂടെ കാരണം വലിയ സീൻ ഉണ്ടാവില്ലായിരിക്കും. പൊന്നൂസിന്റെ ഒരു പ്രത്യേകതയുണ്ട്, കളി കഴിയണോട് കൂടി പൊന്നൂസ് കരഞ്ഞു തുടങ്ങും. തോറ്റാ മാത്രം, തോൽക്കാറാവുമ്പോ പൊന്നൂസ് കരയും. ചിലപ്പോ കളി പകുതിയിൽ അവസാനിപ്പിക്കുകയും ചെയ്യും. ഈസ് എ നൈസ് ഗായ്. പൊന്നൂസ് ഞാനും ഉണ്ടടാ. ശിവമാമനോ? വേണ്ട, അവന് 2 ആള് വേണ്ട. നയനക്ക് പിന്നെ കഴുതങ്ങനെ കളിക്കാറിയില്ല, അത് കാരണം പൊന്നൂസിന് നയനെ സമ്മതിക്കണം. കളിക്കാറിയില്ലെങ്കിലും നയനെ കളിക്കാതിരിക്കണം, ആ ഒരു മനസ്സ് അതിന് സമ്മതിക്കണല്ലോ പൊന്നൂസേ. ആ കളിച്ച് ശീലായി, കഴുത കളിച്ച് ശീലമായി. ഞാനും ഇവരോടെ ചീട്ട് കളിക്കാതിരിക്കാൻ പോവാണ്. പൊന്നൂസേ ആയി, നല്ല ഭംഗിയുണ്ട് കാണാൻ. മുടി വെട്ടിയിട്ടുള്ള ഒരു വരവാണ് കേട്ടോ. പൊന്നൂസ് കാണിച്ചു കൊടുത്ത മുടി ഇതല്ല, വെട്ടുള്ള ഭാഗം എന്താ നോക്ക്. ആ കട്ട്
വെട്ടാ കട്ടാ എന്നിട്ടാ അതിനെ പറയാ കാണാനില്ല അവിടെ വൺ സൈഡ് കട്ട് കാണാനില്ല. കളിയാക്കിയിട്ട് പൊന്നൂസ് ഫസ്റ്റ്. ഞാനും നയനാണ് ഇപ്പൊ കളിച്ചോണ്ടിരിക്കുന്നത്. മിക്കവാറും ഞാൻ തന്നെ ജയിക്കും. നയനാവും കഴുത. ആരുടെ കൈ? ആ ഞാൻ ജയിച്ചിരിക്കുന്നു. നയനാണ് കഴുത. കറി എല്ലാ അരപ്പും സംഭവങ്ങളൊക്കെ ആക്കിയിട്ട് വെച്ചിട്ടുണ്ട് ഗ്യാസിന്മേ. കറി റെഡി ആവാറായിട്ടാ. മീൻകറി റെഡിയായി. ഇനി വറുക്കാനുള്ളതും കൂടി സെറ്റാക്കിയാൽ വേഗം ചോറുണ്ടാവും. 12:30 കഴിഞ്ഞു. നല്ല വിശപ്പ് തുടങ്ങി. മീൻ പരട്ടി വെച്ചിട്ട് ഇപ്പോൾ ഒരു 3/4 മണിക്കൂറായിട്ടുണ്ട്. അപ്പം നന്നായിട്ട് മസാല ഒക്കെ പിടിച്ചിട്ടുണ്ടാവും. വേഗം വറുത്തെടുക്കട്ടെ. വാവ്, ഞാൻ ആദ്യമായിട്ടാണ് ഈ മീൻ കഴിക്കാൻ പോണത്. ഞാനും നയനും. അമ്മ കഴിച്ചിട്ടുണ്ടാവും, അറിയില്ല. ക്ഷമ കെട്ടു, കഴിക്കട്ടെ. ഉച്ചത്തെ ഫുഡ് അടിയൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ തൃശ്ശൂർക്ക് ഒന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ തൃശ്ശൂർ പോയിട്ട് വരുന്ന വഴിയാണ്. അപ്പോൾ ഭയങ്കരമായിട്ട് തലവേദന എടുക്കണ്ടായിരുന്നു. അപ്പോൾ ഒരു ചായ കുടിക്കാന്ന് വെച്ചിട്ട് കയറി. പുറത്താണെങ്കിൽ നല്ല അട്രാക്റ്റീവ് ആയിട്ടുള്ള സ്നാക്സൊക്കെ ഇരിക്കുന്നുണ്ടായിരുന്നു. നമുക്ക് പോയതാണ് കേട്ടോ. കുറച്ച് ഡ്രസ്സും സാധനങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ടായിരുന്നു. അപ്പോൾ ഫാഷൻ ഫാബ്രിക്സിക്കാണ് പോയത്. അവിടെ നല്ല ഡിസൈൻ നടക്കുന്നുണ്ട്, നല്ല കളക്ഷനും ഉണ്ട്. ഇതും കൂട്ടി ഇന്നിപ്പോൾ 3ാമത്തെ ഡ്രസ്സാണ് മാറുന്നത്. അത് ഈ മഴക്കാലത്ത് തന്നെ അതിനുണ്ട്. നമ്മളിപ്പോൾ ഉള്ളത് റൗണ്ട് ദ ഗ്ലോബൽ ഡിന്നറിലാണ്. അപ്പോൾ സ്നാക്സ്, ചായ, സെൽഫ് സർവീസാണ്. ചേട്ടനായിട്ട് വായിക്കാൻ പറ്റും. ചായ കൂടി കഴിഞ്ഞിട്ട് വേണം ഇനി സൂപ്പർ മാർക്കറ്റിൽ പോയിട്ട് കുറച്ച് സാധനങ്ങൾ കൂടി വാങ്ങിക്കാൻ. അതുകൂടി കഴിഞ്ഞാൽ ഇന്നത്തെ ഡേ ഓവും. അപ്പോഴത്തേക്കും വൈകുന്നേരം ആവും. അമ്മയ്ക്ക് ഇഷ്ടടിയാ പത്തിരി. യമ്മി. കഴിച്ചിട്ടില്ല, കാണുമ്പോൾ തന്നെ യമ്മി. അതിനെ ലൈമാണ് കേട്ടോ പറഞ്ഞത്. എനിക്ക് വൈകുന്നേരം ഉറക്കം കുടിച്ചോളൂ. ആ സ്ട്രോ എന്റെ വായിലേക്ക് വെച്ചത് ഓർമ്മ ഉണ്ടാവുള്ള സാധനം ഇപ്പൊ തീരല്ലെങ്കിൽ കുടിച്ചു. ഇതല്ലേ കട്ടൻസിന് ചായയൊക്കെ കുടിച്ചിറങ്ങിയിട്ട്. അപ്പോൾ ചായ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ നയന ലൈമ പറഞ്ഞ ലൈമും രസമായിരുന്നു. പക്ഷെ സ്നാക്സ് അത്ര പോരാ, എനിക്ക് അത്ര ഇഷ്ടമായില്ല. പക്ഷെ എൻ്റെ സ്നാക്സ് ഞാൻ കഴിച്ചു. ചേച്ചിയുടെ അവള് മതിയാക്കി. നമ്മൾ റോളും പിന്നെ എന്താ പറഞ്ഞ ഇവിടെ എത്തിയ ഡ്രസ്സൊക്കെ മാറിയിട്ടാ. വയ്യാണ്ടായി. അമ്മയ്ക്കെല്ലാം കാണിച്ചു കൊടുക്കുക വാങ്ങിച്ചതൊക്കെ. അതിനെന്തിനാടി താഴ്ത്തിരിക്കണ്. ഇപ്പോൾ ഒരുവിധം എല്ലാം വാങ്ങിച്ചു കഴിഞ്ഞു. ഇനി അവൾക്ക് 1-2 ഐറ്റംസ് കൂടി വാങ്ങിക്കാണ്ടെന്ന് പറഞ്ഞു. അതിന് പിന്നെ നാളെ കൊണ്ട് ഭയങ്കര തലവേദന. ഷുഗർ വഴി വന്നപ്പോൾ നല്ല തലവേദന എടുക്കുക. ചായ കുടിച്ചു ഭയങ്കര വേദന. എന്താ അച്ഛൻ വിളിക്കുന്നുണ്ട്. അച്ഛൻ ഇരിക്കുന്നു. അപ്പോൾ ഈവനിങ് ആയി, 6 മണിയായിട്ടാ. ഇനി ഞങ്ങൾ പുറത്തേക്കൊന്നും പോണില്ല. എനിക്ക് ഇനി 1-2 സാധനങ്ങൾ വാങ്ങിക്കാണ്ടെന്ന് അവൾ പറയുന്നുണ്ട്. അപ്പോൾ സഞ്ജു സ്കൂട്ടി കൊണ്ട് പോയേക്കുക. അപ്പോൾ അവന് വന്നിട്ട് ചിലപ്പോൾ പുറത്തേക്ക് പോവും. പക്ഷെ എനിക്കിനി വയ്യ, കാരണം വണ്ടി ഓടിക്കാൻ വയ്യ. അധികം സ്ട്രെയിൻ ചെയ്തെന്ന് പറഞ്ഞിരിക്കണം. പക്ഷെ വണ്ടി ഒരു 5 മിനിറ്റ് 10 മിനിറ്റ് ഒന്നും ഓടിച്ചോണ്ട് കുഴപ്പമില്ല. നമുക്കിപ്പോൾ തിരുവനന്തപുരത്ത് ഇപ്പോൾ അത്ര ദൂരമൊന്നും ഇല്ല. എന്നാലും ചെറിയൊരു വേദന. സാധാരണ ഒരു ഡൈനർ ലൈഫിൽ ഞങ്ങൾ കുറേ സ്ഥലത്തേക്ക് പോവും. കാരണം ചിലപ്പോൾ എല്ലാം കൂടി ഒരു ദിവസമായിരിക്കും. ജോലിയുള്ള കാരണം കൊണ്ട്, ഇപ്പോൾ റിസൈൻ വെച്ച കാരണം കൊണ്ട് ഇനി ഇവിടെ നിന്ന് സമയമുണ്ട്. എന്നാലും ഇന്ന് അത്യാവശ്യം കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഇനിയിപ്പോൾ പ്രത്യേകിച്ചൊന്നും വാങ്ങിക്കാനും കാര്യങ്ങളൊന്നും ഇല്ല. ഇനിയിപ്പോൾ വൈകുന്നേരത്തേക്ക് ഫുഡ് മീൻ കറി ഉണ്ട്, മീൻ വറുത്തതുണ്ട്. മീൻ വറുത്ത് കഴിഞ്ഞാൽ വൈകുന്നേരത്തേക്കുള്ള ഫുഡ് റെഡിയാണ്. എന്നെ വിശക്കണില്ല. ഞങ്ങൾ ആ ചായ കുടിച്ചിട്ടുണ്ടായിരുന്നു. എന്നെ അവിടെ എന്തിട്ടാണ് ഒരു 3-4 പേപ്പറിൽ എന്തൊക്കെയോ എഴുതുന്നുണ്ട്. എന്നിട്ട് ഞാൻ എല്ലാ സാധനവും വാങ്ങിച്ചതൊക്കെ അവള് ക്രോസ് ചെക്ക് ചെയ്തോണ്ടിരിക്കുക. ഇനി വാങ്ങിക്കാനുള്ളതും കൂടി നോട്ട് ചെയ്തോണ്ടിരിക്കുക. എന്നാലാണ് കുറച്ച് കഴിഞ്ഞ് എന്നെ കൊണ്ട് പോകാൻ പറ്റുള്ളൂ. ഞങ്ങൾ അച്ഛനെ ഹാളിൽ കൊണ്ടുപോയി ഇരുത്തിണ്ട് കേട്ടാ. ഞങ്ങളല്ല, അമ്മയാണ് കൊണ്ടുവന്നിരുത്തിയത്. കിളി പോയിട്ടിരിക്കണ്. കുറെ നേരം ഈ റൂമിലിരുന്നിട്ട് അച്ഛൻ്റെ സൗണ്ട് ഹാളിലേക്ക് കേൾക്കണം. അപ്പോൾ ഞങ്ങൾ നോക്കുകയാണ് വന്നിട്ട്. അപ്പോൾ അതേ അച്ഛൻ സിനിമ കാണാൻ വന്നിരിക്കണു. ഒരു മാസമൊക്കെ ഉണ്ടാവില്ല. 1 മാസം കഴിഞ്ഞിട്ടുണ്ടാവും. 2 മാസം. വയ്യാണ്ടായിട്ട് ഇപ്പൊ കൊറേ ഉണ്ട്. 4 മാസത്തിന് ശേഷമാണ് ഇപ്പൊ അച്ഛൻ ഹാളിൽ വന്ന് TV കാണാതിരിക്കണത്. മോഹൻലാലിന്റെ സിനിമ എന്നെ വെച്ചു കൊടുത്തിട്ടുണ്ട്. കാണാല്ലേ, മോഹൻലാലിന്റെ സിനിമ കാണും.
അതിന്റെ ദേഷ്യത്തിലായിരുന്നു മോഹൻലാലിന്റെ സിനിമ അല്ലാത്തതിന്റെ. ഇപ്പൊ യൂട്യൂബിൽ വെച്ചു കൊടുത്തേക്കുക. എന്തിനാ കരയണ്? എന്തിനാ കരയണ്? ഇപ്പൊ എന്ത് പറഞ്ഞാലും കരച്ചില്ല. പക്ഷെ ചിരിക്കും. ഇന്നലെ തൊട്ടിട്ട് ഇപ്പൊ ഡയറ്റിങ് തുടങ്ങിയിട്ടുണ്ട്. ഇപ്പൊ വൈകുന്നേരം 2 ഗോതമ്പ് ദോശയാണ്. അത് വിചാരിച്ച് ഞാൻ വൈകുന്നേരം പുറത്തുനിന്ന് കഴിക്കാണ്ടിരിക്കുന്നില്ല. എന്നാലും നമ്മുടെ നൈറ്റത്തെ ഫുഡ് എന്ന് പറയുന്നത് ഗോതമ്പ് ദോശയും മീൻകറിയും മീൻ വറുത്തതുണ്ട്. കഴിക്കട്ടെ. ഇനി സിനിമ കാണലും കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ച് നേരം ഫോൺ നോക്കി കഴിഞ്ഞാൽ കിടന്ന് ഉറങ്ങാൻ പോവാണ് ഗൈസ്. കുറച്ച് നേരം ഞാൻ ഈ സിറ്റ് ഔട്ടിൽ ഇങ്ങനെ ഇരിക്കും കേട്ടോ. ഫോൺ നോക്കിയിരിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടം. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.